വിഴിഞ്ഞത്തേക്ക് പോവുകയാണ്. വിഴിഞ്ഞത്ത് ഉൾക്കടലിലകപ്പെട്ട സഹായമാതാ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ വിഴിഞ്ഞത്തെത്തിച്ചിട്ടുണ്ട്. മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘമാണ് ഇവരെ കണ്ടെത്തിയത്. ഒരു ബോട്ട് ഇപ്പം ഏകദേശം അടുക്കാറായി 4 പേരുമായിട്ട്. രണ്ടാമത്തെ ബോട്ടിൽ വള്ളം കമന്ന് ഈ 4 പേരെയും അവർ വള്ളത്തിൽ പിടിച്ചു കിടക്കുക പറ്റി കിടക്കുന്ന. പക്ഷേ കുളച്ചിലുള്ള ഒരു ബോട്ട് തമിഴ്നാട് ബോട്ട് പണിക്ക് പോയപ്പോൾ കണ്ട് അവരെ ക്യാച്ച് ചെയ്തു സേഫാക്കി. വള്ളവും അവർ കെട്ടിവലിച്ചു കൊണ്ടുവരുന്ന ശ്രമത്തിലാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, 2 ബോട്ടുകളായിരുന്നല്ലോ, ഇപ്പോൾ എത്തിയെന്ന് പറയുന്നത് ഇന്ന് രാവിലെ കണ്ടെത്തിയ ആദ്യത്തെ ബോട്ടിലെ സംഘമാണോ? അമൃത, തീർച്ചയായും സഹായമാത എന്ന് പറയുന്ന ബോട്ടിൽ ഇന്ന് രാവിലെ ആ ബോട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ഇന്ന് രാവിലെയാണ് വിവരം ഈ വിഴിഞ്ഞത്തെ തുറമുഖത്തെ മത്സ്യത്തൊഴിലാളികൾ വിളിച്ചറിയിച്ചത്. അവർ രക്ഷപ്പെട്ട് സേഫായി ഉണ്ട് എന്ന കാര്യം അവരാണ് അറിയിച്ചത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അങ്ങോട്ട് അവരെ കണ്ടെത്താനായി പുറപ്പെടുകയായിരുന്നു. തുടർന്ന് ഇന്ധനം ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് ആണ് വരാൻ കഴിയാത്തതെന്ന വിവരം അവർ ഈ മത്സ്യത്തൊഴിലാളികളെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബോട്ടിൽ ഇന്ധനവും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ കരുതിയാണ് കോസ്റ്റലിന്റെയും അതുപോലെ തന്നെ നേവൽ പോലീസിന്റെയും ബോട്ടുകൾ ഈ മത്സ്യത്തൊഴിലാളികളെ തേടിപ്പോയത്. ഉടനെ തന്നെ അവിടെ കന്യാകുമാരിയുടെ ഭാഗത്തുള്ള സ്ഥലത്താണ് ഇവരുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അവരെ കണ്ടെത്താനും കഴിഞ്ഞു. അതിനുശേഷമാണ് അവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകി അവരെ തിരികെ എത്തിച്ചത്. അല്പസമയം മുമ്പ് അവർ എത്തിയിരിക്കുന്നു. 4 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ ശാരീരികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം 2-3 ദിവസമായി ഇവർ ഈ ഉൾക്കടലിലാണ്. വലിയ മഴയും കാറ്റുമൊക്കെ അതിജീവിച്ചാണ് അവർ ജീവൻ രക്ഷപ്പെടുത്തിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും ആശ്വാസം നൽകുന്നത് രണ്ടാമത്തെ ഫാത്തിമ മാത എന്ന ബോട്ടിലെ 4 പേരും രക്ഷപ്പെട്ടിരിക്കുന്നു. അവർ തമിഴ്നാട് തീരത്ത് ബോട്ട് മറഞ്ഞ നിലയിൽ മറ്റൊരു മത്സ്യബന്ധന ബോട്ടാണ് അവരെ കണ്ടെത്തിയത്. തുടർന്ന് അവരെ കോസ്റ്റൽ ഗാർഡിന് കൈമാറുകയായിരുന്നു. തമിഴ്നാട്ടിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഫാത്തിമ മാത ബോട്ടിലെ ആളുകൾ ഉള്ളത്, മത്സ്യത്തൊഴിലാളികൾ ഉള്ളത്. അവരെയും രാത്രിയോടുകൂടി ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് കടലിൽ തുടരുകയാണ്. ഈ 2 ബോട്ടിലെയും ആളുകൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? നിലവിൽ സാരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവർ നടന്നു തന്നെയാണ് ആംബുലൻസിലേക്ക് കയറിയത്. അവരെ തൊട്ടടുത്ത ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ആവശ്യമായ പ്രാഥമിക ചികിത്സ ഉൾപ്പെടെ നൽകും. മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന പരിശോധന ഉൾപ്പെടെ നടത്തും. എന്തായാലും മറ്റേ ബോട്ട്, അതായത് ഫാത്തിമ മാത എന്ന ബോട്ട് തമിഴ്നാട് അതിർത്തിയിൽ മറഞ്ഞ നിലയിലായിരുന്നു. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാരമായ പരിക്കുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഈ വെള്ളത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, ബോട്ട് മറഞ്ഞ നിലയിൽ. അതുകൊണ്ട് തന്നെ ഉൾക്കടലിലാണ് മറ്റ് ഒരു മത്സ്യബന്ധന ബോട്ടാണ് ഇവരെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അവർക്ക് ചില പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും അവരെയും വൈദ്യപരിശോധനയ്ക്കും ഒപ്പം തന്നെ ആവശ്യമായ ചികിത്സകൾ നൽകാനുള്ള നടപടിയും ഒക്കെ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ നിലവിൽ അവരുള്ളത്. അവരെയും ഇങ്ങോട്ട് വിഴിഞ്ഞത്തേക്ക് ഇന്ന് രാത്രിയോടുകൂടി എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. സ്ഥലം MLA M വിൻസെന്റ് രാവിലെ മുതലുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവരൊക്കെ ഇതിനുള്ള നിർദ്ദേശവും നൽകി. ഈ കോസ്റ്റ് ഗാർഡിന്റെയും ഒപ്പം തന്നെ നേവിയുടെയും ഒക്കെ ഈ ഹെലികോപ്റ്ററും അതുപോലെ തന്നെ ഡ്രോണുകളും ഒക്കെ പരിശോധനയ്ക്കായി സജ്ജമാക്കുകയും അത് പരിശോധന തുടങ്ങുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ വിവിധ ബോട്ടുകളും പരിശോധനയ്ക്കായി പുറപ്പെടുകയും 4ഓളം ബോട്ടുകൾ തിരിഞ്ഞ് പല മേഖലകളിൽ ഈ രണ്ടാമത്തെ കണ്ടെത്താനുള്ള ബോട്ടിനായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ന് ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് തമിഴ്നാട് തീരത്ത് ഇങ്ങനെയൊരു ബോട്ട് മറയുകയും അവരെ രക്ഷപ്പെടുത്തിയെന്നുള്ള വിവരം ലഭിക്കുകയും ചെയ്യുന്നു. എന്തായാലും 8 പേരാണ് ഈ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ഇവിടുന്ന് പുറപ്പെട്ട 2 ബോട്ടുകളിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ. ഈ 2 ബോട്ടുകളാണ് കടലിൽ പെട്ടുപോയത്. വലിയ ശക്തമായ കാറ്റിലും മഴയിലുമൊക്കെ അപകടത്തിൽപ്പെടുകയായിരുന്നു. എന്തായാലും ഈ ബോട്ടിലെ ഒരു മെഷീന്റെ, അതായത് മോട്ടോറിന്റെ അതിന്റെ ഡീസൽ തീർന്നതും യന്ത്രത്തകരാർ ഉണ്ടായതുമാണ് ആദ്യത്തെ ഈ സഹായമാത ബോട്ട് അപകടത്തിൽപ്പെടാൻ കാരണമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കിയത്. മറ്റേ ബോട്ടിന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അവർ തമിഴ്നാട്ടിലാണുള്ളത്. അവർ എത്തിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചു എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും 2-3 ദിവസമായി തുടരുന്ന വലിയ ആശങ്കയാണ് വിഴിഞ്ഞത്ത് ഒഴിവായിരിക്കുന്നത്. മറ്റൊരു ബോട്ട് അപകടത്തിൽപ്പെട്ട ഒരാൾ ഇന്നലെ മരണപ്പെട്ടിരുന്നു. മറ്റൊരാളെ കൂടി കണ്ടെത്താനുള്ള പരിശോധന കൂടി കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെ നടത്തുകയാണ്. അമൃത.
വിഴിഞ്ഞത്ത് ഉൾക്കടലിൽ അകപ്പെട്ട ഒരു ബോട്ട് സഹായമാതാ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ ഇപ്പോൾ നിലവിൽ വിഴിഞ്ഞത്ത് എത്തിച്ചിരിക്കുകയാണ്. മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘമാണ് ഇവരെ കണ്ടെത്തിയത്. വിവരങ്ങളാണ് വിജിൻ വായാന്തോട് വിഴിഞ്ഞത്ത് നിന്ന് നൽകിയത്.